അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് രാജസ്ഥാനിലെ ഉദയ്പൂരിലാണ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇങ്ങനെ ബർത്ത്ഡേ വരുന്ന ദിവസങ്ങളിൽ മിക്കവാറും ഞാൻ നാട്ടിൽ കാണാൻ സാധ്യതയില്ല. കഴിഞ്ഞ പ്രാവശ്യം മധുരയായിരുന്നു, അതിനു മുമ്പുള്ള ബർത്ത്ഡേ കാശിയായിരുന്നു. അങ്ങനെ സ്ഥിരം എവിടെയെങ്കിലുമൊക്കെ കറക്കമായിരിക്കും. അപ്പോൾ എന്തുമായാലും നമ്മുടെ ലൈഫിൻ്റെയൊക്കെ ഒരു ഏകദേശം ഓരോ ബർത്ത്ഡേ വരുമ്പോഴും നമ്മുടെ ലൈഫ് ഇത്രയേ ഉള്ളൂ, ഇനി ഇത്രയും കൂടെ ഉള്ളൂ എന്നും കൂടെ ഒരു ഓർമ്മപ്പെടുത്തലും കൂടാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ചിലവിൽ നമുക്ക് പറ്റുന്നത്രയും കാഴ്ചകൾ ഈ ഭൂമിയിലെ കാണുക. കണ്ടു കഴിഞ്ഞിട്ടില്ല, അല്ല സിനിമയിലൊക്കെ പറഞ്ഞു മോട്ടില്ല, നീ എന്തോ കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാനൊക്കെ എന്തെങ്കിലും വേണ്ടേ എന്ന് പറഞ്ഞിട്ട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ വീട്ടിലേക്ക് നമുക്ക് കിട്ടുന്ന സമയം പോലെ തന്നെ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു കാഴ്ചകളാണെങ്കിലും നമ്മൾ കാണാൻ ശ്രമിക്കുക. നമ്മുടെ ഒക്കെ ജീവിതം ഇങ്ങനെ ഏതാണ്ട് തീർന്നുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. മാക്സിമം അതൊക്കെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കേക്കൊന്നും മുറിച്ചൊന്നുമില്ല. രാവിലെ ഒരു കച്ചോരി അതുപോലെ തന്നെ ചെറിയ സാധനങ്ങളൊക്കെ കഴിച്ച് ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ എന്തായാലും ഞങ്ങളുടെ എൻ്റെ ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ചു. ഇവിടുത്തെ പരിമിതമായ ഒരു ചുറ്റുപാടിൽ ഞങ്ങളങ്ങ് ആഘോഷിച്ചു. ഞങ്ങളെന്തായാലും അതുകൊണ്ട് സന്തോഷവാനാണ്. ബോട്ടിങ്ങിനുള്ള പാലമാണ്. അപ്പം ഈ കാണുന്നതാണ് ജഗുമന്ദിർ എന്ന് പറയുന്നത്. ഇതുപോലെ 2 ദ്വീപുകൾ ഈ ഒരു പിച്ചോള ലേക്കിലുണ്ട്. അതിലൊന്ന് ഈ ജഗുമന്ദിറാണ്. ഇവിടെ ഇപ്പോൾ ആൾക്കാരൊക്കെ വരുന്നവരൊക്കെ ഇതുപോലെ രാജസ്ഥാനി ഡ്രസ്സൊക്കെ ഇട്ട് അണിഞ്ഞൊരുങ്ങി ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു പിച്ചോള തടാകം 1362 നിർമ്മിച്ച ഒരു കൃത്രിമ ശുദ്ധജല തടാകമാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ ഇവിടെ കുറേ തടാകങ്ങളുണ്ട്. പിന്നെ അപ്പുറത്തൊരു ഫത്തേ സാഗർ അങ്ങനൊരു തടാകമുണ്ട്. ചെറിയ ചെറിയ തടാകങ്ങളെല്ലാം മന്ദിർ നമ്മളെ കാണുന്നത്. ഇതിനകത്ത് തന്നെ ചെറിയ 2 ദ്വീപുകളാണ്, അത് 2 അപ്പോൾ എനിക്ക് തോന്നുന്നത് പണ്ട് ഈ സംഭവങ്ങൾ ഈ തടാകത്തിൽ നിന്നൊക്കെയാണ് പണ്ട്, ഇപ്പോഴും ഇതാണെന്ന് അറിയില്ല, ഈ ശുദ്ധജലം കുടിവെള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ശുദ്ധജലം ഇവിടെ നിന്നായിരുന്നു സപ്ലൈ ചെയ്തിരുന്ന എന്ന് തോന്നുന്നു. കുറേയേറെ ആൾക്കാർ വരുന്നുണ്ട്. ഇവിടെ ബോട്ട് റൈഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ബോട്ട് റൈഡിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ പറയുന്ന അപ്പുറത്ത് നമ്മൾ കണ്ട പാലസില ജഗുമന്ദിറിലൊക്കെ ഇവിടുന്ന് ആൾക്കാർ ബോട്ടിൽ അങ്ങോട്ട് പോകുന്നുണ്ട്. ഇവിടെ ഒരു ടോയ് കാർ കിടപ്പുണ്ട് കേട്ടോ. ഇവിടെ പാർക്ക് കാണാൻ വരുന്ന മിക്കവാറും കുട്ടികളൊക്കെ ഇതേ തന്നെ കയറാൻ ശ്രമിക്കുന്നുണ്ട്. ഇവിടെ അനീഷ്പ്ര ഇവിടെ ഇരിപ്പുണ്ട്. രാവിലെ തണുപ്പത്ത് വന്ന് കുറ്റിയടിച്ചിരിക്കുക കേട്ടോ. കണ്ടോണം. രാവിലെ ഒരു ആലു പൊറോട്ടയും ഒരു ചായ മേടിച്ചിട്ട് ഞാൻ കൊണ്ട് നടക്കുക എൻ്റെ കൂടെ. വീട്ടിൽ ചെന്നിട്ട് വേണം ഞങ്ങൾക്ക് 2 ആഴ്ചയായി ഇപ്പോൾ ഞങ്ങൾ ഇറങ്ങിയിട്ട് ഒരു ചോറും മീൻകറിയും കൂടെ കഴിക്കാൻ. അപ്പോൾ നമ്മുടെ ഈ ഉദയ്പൂർ അറിയപ്പെടുന്നത് സിറ്റി ഓഫ് ലേക്സ് എന്നാണ്. അപ്പോൾ പണ്ട് ചിത്തോർഗായിരുന്നു മേവാർ രാജവംശത്തിൻ്റെ തലസ്ഥാനം. പിന്നെ അക്ബറിൻ്റെ കാലഘട്ടത്തിൽ അക്ബറിൻ്റെ അധീനതയിൽ ചിത്തോർഗ് വന്ന സമയത്ത് ഈ ഉദയ്പൂരിലേക്ക് തലസ്ഥാനം മാറ്റുകയായിരുന്നു. നമ്മൾ പറഞ്ഞതുപോലെ സിറ്റി ഓഫ് ലേക്ക് എന്നാണ് ഉദയ്പൂർ അറിയപ്പെടുന്നത്. നിരവധി ലേക്കുകളാണ് ഉള്ളത്. ശരിക്കും രാജസ്ഥാൻ്റെ നമ്മൾ മറ്റൊരു രീതിയിലുള്ള കാഴ്ചയാണ് ഉദയ്പൂർ കാണുന്നത്. തടാകങ്ങളും പച്ചപ്പും ഒക്കെ ആയിട്ട് വളരെ നീറ്റ് ക്ലീൻ ആയിട്ടുള്ളൊരു ക്ലീൻ സിറ്റിയാണ് ഉദയ്പൂർ. ഞങ്ങൾക്കത് വന്നിറങ്ങിയപ്പോൾ തന്നെ അത് മനസ്സിലായി. നല്ല ഭംഗിയാണ്. ഇവിടെ ഉണ്ടല്ലോ തെരുവിലൊക്കെ ഇതുപോലെ പട്ടികൾ ഉള്ളത് നമ്മുടെ നാട്ടിലെ പട്ടികളെ കൊണ്ടുണ്ട്. ഇവിടുത്തെ പട്ടികൾക്കൊക്കെ അല്പം വലുപ്പമുള്ള പട്ടികളാണ് കേട്ടോ. അതിങ്ങനെ അലഞ്ഞിരിഞ്ഞൊക്കെ നടക്കുന്നുണ്ട്. ആർക്കും ശല്യമോ ഒന്നുമില്ല. പക്ഷേ സിറ്റിയൊക്കെ പക്ക ക്ലീനാണ്. എല്ലാ ടൂറിസ്റ്റ് കേന്ദ്രവും നല്ല ക്ലീനാണ്. ഈ കാണുന്ന ബാഗ് കച്ചവടം ഇവിടെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. അപ്പം 100 രൂപ മുതലാണ് ഇതിൻ്റെ ഒരു വില കേട്ടോ. അപ്പം 3-4 ആൾക്കാർ അപ്പുറത്തും ഇപ്പുറത്തേക്ക് ഇരിപ്പുണ്ട്. അവരെല്ലാം ഒരേ റേറ്റ് തന്നെയാണ് മേടിക്കുന്നത്. ഒരാളും കുറച്ചും കൂട്ടിയും കൊടുക്കുന്നില്ല. ഒരേ റേറ്റ് തന്നെയാണ് എല്ലാവരും കൊടുക്കുന്നത്. ആൾക്കാരൊക്കെ വന്നത് കുറേ പർച്ചേസ് ചെയ്യുന്നൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ കുറച്ചുകൂടെ നടന്ന് മുന്നോട്ട് വന്നു കേട്ടോ. നമ്മൾ നേരത്തെ അവിടെ ഇങ്ങനെ ആയിരുന്നു നിന്നത്. അവിടെ നിന്ന് നടന്ന് ഞങ്ങൾ വെറുതെ ഇങ്ങോട്ട് വന്നു.
പറ്റുന്ന നമ്മൾ ഈ കാണുന്നത് ദ്രോണാചാര്യ ഏകലവ്യ പാർക്ക് എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ. നല്ല പച്ചപ്പാണ്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ അപ്പുറത്തോട്ട് മാറിയാണ് കർണിമാത ക്ഷേത്രം ഉള്ളത്. അപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഉദയ്പൂർ സിറ്റി വാള് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നിന്ന് റോപ്പ് വേ വഴിയാണ് ഈ കർണിമാത ക്ഷേത്രത്തിലേക്ക് ആൾക്കാരെ എത്തിക്കുന്നത്. പിച്ചോള തടാകത്തിൽ നിർമ്മിച്ച ഒരു കൊട്ടാരമാണ് ജഗൻ മന്ദിർ. ലേക്ക് ഗാർഡൻ പാലസ് എന്ന് അറിയപ്പെടുന്നുണ്ട്. 1620 ആരംഭിച്ച ഈ ഒരു കൊട്ടാരത്തിൻ്റെ നിർമ്മാണം 1652 അത് പണി തീർന്നതിൻ്റെ. പിന്നെ ഷാജഹാൻ ചക്രവർത്തി അദ്ദേഹത്തിൻ്റെ അച്ഛന് പിതാവായ ജഹാംഗീറിനെതിരെ ആ സമയത്ത് കലാപം നടന്നിരുന്നു. ആ സമയത്ത് ഈ ജഹാംഗീറിന് ഒരു ഒളിക്കാൻ വേണ്ടി ഒരു ഒളിത്താവളമായിട്ടിത് ഉപയോഗിച്ചിട്ടുണ്ടെന്നും പറയപ്പെടുന്നുണ്ട്. ഇത് കണ്ടിട്ടാണ് ഇതിൻ്റെ ആകർഷണമായിട്ടാണ് അദ്ദേഹം താജ്മഹൽ നിർമ്മിക്കാൻ ഉള്ള അദ്ദേഹത്തിന് ഒരു പ്രചോദനം ഉൾക്കൊണ്ടത് ഇത് കണ്ടിട്ടാണെന്നും പറയപ്പെടുന്നുണ്ട്. ഇവിടെ ഒരു ചേച്ചിയും കൂടി കുഞ്ഞും കൂടെ ഒരു ഒട്ടകപ്പുറത്ത് കയറിയിട്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുകയാണേ. അങ്ങോട്ട് പോവും, തിരിച്ചിങ്ങോട്ട് വരും. കുറേയേറെ നേരമായിട്ട് ഒട്ടകപ്പുറത്ത് തന്നെയാണ് അവർ. രാജസ്ഥാനിലെ പതിവ് ഡ്രൈ ആയിട്ടുള്ള മണ്ണിനേക്കാളും നല്ല പച്ചപ്പും തടാകങ്ങളും നല്ല നീറ്റ് ഒക്കെ ആയിട്ടുള്ള വൃത്തിയുള്ള ഒരു നഗരമായിട്ടാണ് ഉദയ്പൂർ ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. ഇനി ഉദയ്പൂർ സിറ്റി പാലസ്, അതുപോലെ തന്നെ കർണിമാത ക്ഷേത്രം, അങ്ങനെ കുറേ മന്ദിറൊക്കെ ഉണ്ട്. കുറേ കാഴ്ചകൾ ഞങ്ങൾക്ക് കാണാനുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് തന്നെ അഹമ്മദാബാദിലേക്ക് തിരിക്കണം. അസ്രവയിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മളിപ്പോൾ അസർവേയിൽ നിന്ന് അഹമ്മദാബാദ് ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മുടെ ട്രെയിൻ വൈകിട്ട് 3 മണിക്കാണ്. 3:20 നമ്മുടെ ട്രെയിൻ. ഇവിടെ ഒരു ലോക്കൽ ട്രെയിൻ തോന്നുന്നു, തള്ളിക്കൊണ്ട് വരും അല്ലേ, ആയിരിക്കും. അപ്പോൾ ഈ കാണുന്നത് അഹമ്മദാബാദ് ഇലാഹി മസ്ജിദിൻ്റെ ഭാഗമാണ്. അപ്പം നമ്മളിപ്പം ജസ്റ്റ് റോഡിലോട്ടൊന്ന് ഇറങ്ങി ഭക്ഷണം കഴിക്കുന്നു. ഇനി പിന്നെ നമ്മൾ നേരെ കേരളത്തിലേക്ക് പോവുകയാണ്. നമസ്കാരം, ഞാനിപ്പോൾ വീട്ടിലാണുള്ളത്. അപ്പോൾ നമ്മുടെ ഉദയ്പൂർ വീഡിയോ കണ്ടവർക്കറിയാം, പിച്ചോള ലേക്കൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പെട്ടെന്ന് വീഡിയോ അവസാനിപ്പിക്കുകയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഒരു മെമ്മറി കാർഡ് എററായി. അതുകൊണ്ട് കുറച്ച് വീഡിയോസ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. ഇപ്പം ജഗദീഷ് മന്ദിർ, അതുപോലെ തന്നെ നമ്മുടെ സിറ്റി പാലസ്, കർണിമാത, അങ്ങനെ കുറച്ച് വീഡിയോസ് ഇവിടെ ഞങ്ങളുടെ ഉണ്ടായിരുന്നു. അത് എററായി പോവുകയും ചെയ്തു, ഒരു കാർഡ് നഷ്ടപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് ഫുൾ വീഡിയോസ് അത് പിന്നീട് കാണിക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് ഉദയ്പൂർ പിച്ചോളയിലേക്ക് കഴിഞ്ഞിട്ട് ശരിക്കും ഞങ്ങൾ അസർവയിൽ പോകുമായിരുന്നു. അസർവയിൽ അഹമ്മദാബാദിൽ എത്തിയിട്ട് തിരിച്ച് കേരളത്തിൽ വരുമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കൂടുതൽ വീഡിയോ കാണിക്കായിരുന്നത്. അപ്പോൾ നമ്മുടെ രാജസ്ഥാൻ സീരീസിലെ ലാസ്റ്റ് വീഡിയോ ആണ് ഇത്. അപ്പോൾ ഇതുവരെ തന്ന പ്രോത്സാഹനത്തിനെല്ലാം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾ ഇതിനു മുമ്പുള്ള വീഡിയോസുകൾ കാണുക, തുടക്കം മുതലുള്ള വീഡിയോസുകൾ കാണുക. ആ പ്ലേലിസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ ഇതുവരെ ചെയ്തു തന്ന ഞങ്ങളോട് സഹകരിച്ച എല്ലാ സപ്പോർട്ടിനും ഈ ഒരു അവസരത്തിൽ നന്ദി കൂടി അറിയിക്കുകയാണ്. അപ്പോൾ നൈറ്റ് ഇവിടെ വന്നു. ഇനി ശരിക്കും ഉറക്ക ക്ഷീണം നല്ലവരുണ്ട്, ഉറക്കം ശരിയായില്ല. ഇനി ഒന്ന് ഫുള്ള് കിടന്ന ഉറക്കമാണ്. അപ്പോൾ നമ്മുടെ രാജസ്ഥാൻ സീരീസ് വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടില്ലാത്തവർ കാണാൻ ശ്രമിക്കുക. മറ്റ് വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതോടൊപ്പം തന്നെ ഞങ്ങളൊരു എക്സ്പീരിയൻസ്, ഈ രാജസ്ഥാൻ യാത്രയിലുള്ള എക്സ്പീരിയൻസ് ഞങ്ങൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. അതൊരു വീഡിയോ ആയിട്ടാണ് ഷെയർ ചെയ്യുന്നത്. നമ്മൾ താമസിച്ച കാര്യങ്ങൾ, അതുപോലെ തന്നെ ചിലവായ കുറച്ച് കാര്യങ്ങൾ, ഇനിയും രാജസ്ഥാൻ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർക്ക് പോകുന്നതിന് ഹെൽപ്പാവുന്ന കുറച്ച് ഞങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ ഞങ്ങൾ ഈ ഒരു യാത്രയുടെ എക്സ്പീരിയൻസ് കൊണ്ട് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അനീഷ് പ്രോ ആലപ്പുഴയ്ക്ക് പോയി എറണാകുളത്ത് വന്നിട്ട് ഞാൻ തിരിച്ച് ഗോതിയിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അനീഷ് പ്രോ ഈ വീഡിയോയിൽ കാണിക്കാത്തത്. ഇനി വേണം നിൽക്കിടന്ന് ശരിക്കും ഉറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുവരെ തന്ന എല്ലാ പ്രോത്സാഹനത്തിലും നന്ദിയുണ്ട്. നമ്മുടെ രാജസ്ഥാനിലെ ഈ പ്രാവശ്യത്തെ ട്രിപ്പ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു സംസ്ഥാനമായ രാജസ്ഥാൻ കുറഞ്ഞ സമയം കൊണ്ട് കണ്ടു തീർക്കുക എന്ന് പറഞ്ഞത് അത്ര ശ്രമകരമായ ഒരു കാര്യമാണ്. അതുപോലെ കിടക്കുകയാണ്.
എങ്കിലും ഞങ്ങളുടെ പരിധിക്കുള്ളിൽ ഞങ്ങൾക്ക് കുറച്ച് ദിവസങ്ങളെ കിട്ടുള്ളൂ. ആ ദിവസത്തിനുള്ളിൽ ഞങ്ങൾ മാക്സിമം പോകാനിടത്തൊക്കെ കവർ ചെയ്തു. ഇനി ഒരുപാട് സ്ഥലങ്ങൾ കാണാനും കിടപ്പുണ്ട്. ഒക്കെ അടുത്ത പ്രാവശ്യം ഞങ്ങൾക്ക് പോയി കാണാൻ കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നന്ദി.